Xylem Learning. Xylem Learning പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ്. അപ്പൊ എന്റെ മക്കൾക്ക് എക്സാം ഒക്കെ ആണല്ലേ, ആ സമയത്ത് നമുക്കുണ്ടാവും തകൃതിയായിട്ട് എങ്ങനെ ചോദ്യങ്ങൾ വരും, എങ്ങനെയാണ് ഇതിന് ഉത്തരങ്ങൾ നൽകേണ്ടത് എന്നൊക്കെയുള്ള സംശയങ്ങൾ അല്ലെ. എവിടുന്ന് വരും, നമ്മൾ ഈ പാഠങ്ങളൊക്കെ പഠിച്ചിട്ട് അതിൽ നിന്ന് തന്നെയാണോ വരിക, പുറത്തുനിന്നാണോ ചോദ്യം വരിക, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി ആയിട്ട് ടീച്ചർ ലൈവ് ക്ലാസ്സുകളൊക്കെ തരുന്നുണ്ട് നമ്മുടെ സൈലത്തിലെ ഓരോ ടീച്ചേഴ്സും. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇന്ന് ടീച്ചർ പറയാൻ പോകുന്നത് അതുപോലെയുള്ള ഒരു ചോദ്യമാണ്. നമുക്കൊന്ന് നോക്കാം അല്ലെ. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. എന്താണ് ഇത് നോക്കൂ, പരീക്ഷയ്ക്കുള്ള ചോദ്യം തന്നെയാണ്. നമുക്കൊന്ന് നോക്കാം. വിശകലന കുറിപ്പ് തയ്യാറാക്കുക. ഒരു കാര്യത്തെ വിശകലനം ചെയ്യണം. നമുക്കൊരു കാര്യം തന്നു കഴിഞ്ഞാൽ അതിനെ ഒന്ന് വിശകലനം ചെയ്യുക അല്ലെ. കൃത്യമായിട്ട് അതിന്റെ ആശയം മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ കുറിച്ച് എഴുതുക അല്ലെ. താഴെ കൊടുത്തിരിക്കുന്ന ശൈലി ശ്രദ്ധിക്കൂ. ശൈലി എന്താണ്? ശൈലി നമുക്കറിയാം, പഴഞ്ചൊല്ലുകളെ, കടങ്കഥകളെ അല്ലെ, ശൈലികളെ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മളിങ്ങനെ നിത്യജീവിതത്തിൽ തന്നെ നമ്മൾ പലപ്പോഴും പ്രയോഗിക്കുന്ന ഒന്നാണ് ശൈലികൾ അല്ലെ. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. മുൻവർഷ ചോദ്യമാണ്. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. അതിന്റെ അർത്ഥം എന്താണ്? ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച നിറമാണ് എന്ന് എന്നാണോ ഉദ്ദേശിക്കുന്നത്? നമുക്കൊന്ന് നോക്കാം അല്ലെ. ഇത് പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തന്നിട്ടുണ്ട്. അകലെയുള്ളതോ അടുത്ത് പരിചയമില്ലാത്തതോ ആയ കാര്യങ്ങൾ കേമമാണെന്ന് തോന്നും എന്നാണ് മുകളിലെ ശൈലിയുടെ അർത്ഥം. അതായത് നമ്മൾ ഇവിടെ കേരളത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അങ്ങ് അമേരിക്കയിൽ പോയിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നോ എന്നല്ലേ. അപ്പൊ നമ്മൾ അവിടെ പോയി നോക്കണം, അതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത്, നമ്മുടെ കേരളത്തെ നമുക്ക് വേണ്ട എന്നും പറഞ്ഞ്, അല്ലെങ്കിൽ ഇവിടെയല്ല സുഖം എന്ന് പറഞ്ഞ് മറ്റുള്ള ഇടങ്ങളിലേക്ക് പോകുന്നവർക്കുള്ള രീതിയിലുള്ള ഒരു ശൈലിയാണ്. നമുക്ക് അങ്ങനെയൊക്കെ പറയാം. അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നതെങ്കിൽ നല്ല കാര്യമായിരുന്നു, അല്ലെ ആ സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നതെങ്കിൽ ഗംഭീരായിരിക്കുമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയും. അതാണ് ഇതിന്റെ അർത്ഥം. ഇതുപോലെ ഒട്ടേറെ ശൈലികൾ നമുക്ക് പരിചിതമാണ്. മറ്റൊന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇനി എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് എങ്ങനെയാ ചോദ്യം വരിക? ഇങ്ങനെയൊന്ന് തരും. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടോ. ശൈലികൾ വേറെ ആയിരിക്കും. ടീച്ചർ ഒരു എക്സാമ്പിൾ പറയാണ്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടോ. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. മറ്റുള്ളവരോടുള്ള ദേഷ്യം സ്വന്തക്കാരോട് തീർക്കുക. നമ്മൾ എന്തെങ്കിലും ദേഷ്യം കൊണ്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് അമ്മ എന്തെങ്കിലും ചോദിക്കുന്നതിന് മറുപടി ആയിട്ട് നമ്മൾ എന്താ പറയാ? അമ്മ ചോദിക്കും, മോനെ ചോറ് വെച്ചിട്ടോ. എനിക്ക് വേണ്ട ചോറ്. എന്തായിരിക്കും കാരണം? സ്കൂളിൽ എന്തോ കച്ചറ കൂടി വരികയായിരിക്കും അല്ലെ, എന്തോ വലിയ പ്രശ്നമായിരിക്കും നിങ്ങള് ഫ്രണ്ട്സുമായിട്ടൊക്കെ. അപ്പൊ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടോ. ഇനിയിപ്പൊ അമ്മയോട് മാത്രല്ല, ആരെങ്കിലും ചോദിക്കുന്നതിന് അവരോട് നമുക്ക് ശരിക്കും ഒരു ദേഷ്യം ഉണ്ടാവില്ല, വേറെ ആരോടോ ഉള്ള ദേഷ്യം നമ്മൾ ഇവരോട് തീർക്കുക അല്ലെ. മറ്റുള്ളവരോടുള്ള ദേഷ്യം സ്വന്തക്കാരോട് തീർക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. എന്താണ്? മറ്റുള്ളവരോടുള്ള ദേഷ്യം നമ്മൾ സ്വന്തക്കാരോട് തീർക്കുക. ഇനി വേറെ ഒന്ന് നോക്കിയേ. അടി തെറ്റിയാൽ ആനയും വീഴും. ആന എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് എന്താ? വലിയ കൊമ്പനാണ്, വലിയ വമ്പനാണ് അല്ലെ. അടി തെറ്റിയാല് നമ്മള് കുഴിയൊക്കെ ഉണ്ടാക്കി വെക്കൂലേ ആനകൾക്ക്. അപ്പൊ അതിന്റെ അടി ഒന്ന് തെറ്റിയാല് കുഴിയിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ അർത്ഥം എത്ര വലിയവനും, വലിയവൻ എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്താണ്? ആന അല്ലെ, ആന വലിയവനാണ്. എത്ര വലിയവനും ചുവടു പിഴച്ചാൽ താഴെ വീഴും. എത്ര വലിയവനും ചുവടു പിഴച്ചാൽ താഴെ വീഴും എന്നാണ് ഈ ഒരു ശൈലിയുടെ അർത്ഥം. അപ്പൊ അടി തെറ്റിയാൽ ആനയും വീഴും എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥമാക്കുന്നത്. ഒന്നും കൂടെ ടീച്ചർ പറയാട്ടോ. അണ്ടിയോടടുത്താലേ മാങ്ങയുടെ പുളി അറിയൂ. അണ്ടിയോടടുത്താലേ മാങ്ങയുടെ പുളി അറിയൂ. എന്താണ് അതിന്റെ അർത്ഥം? അടുത്തറിഞ്ഞാലേ ചിലരുടെ തനി നിറം, സ്വഭാവം നമുക്ക് മനസ്സിലാകൂ. യാഥാർത്ഥ്യത്തോട് അടുക്കുമ്പോഴേ കാര്യത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവും. ചിലപ്പോ നമ്മൾ വിചാരിക്കാം അത് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ അതിന്റെ ഒരു ഗൗരവം, അതിന്റെ ഒരു സീരിയസ്നെസ് നമ്മൾ അറിയണമെങ്കിൽ എന്താണ്? ആ കാര്യത്തോട് ഒന്ന് അടുത്തു നോക്കണം അല്ലെ. അപ്പൊ ഇത്രയും ശൈലികൾ ടീച്ചർ മക്കൾക്ക് പരിചയപ്പെടുത്താണ്. മറ്റ് ശൈലികളൊക്കെ വരികയാണെങ്കിലും അതൊന്ന് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് അതിന്റെ ആന്തരികമായ അർത്ഥം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അപ്പൊ അത് വെച്ചിട്ട് ഇതിന്റെ അർത്ഥം വിശകലനം ചെയ്തിട്ട് കുറിപ്പ് തയ്യാറാക്കണം കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.